പാലക്കാട് അത് പ്രകടമായല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വിജയത്തിൽ കോൺഗ്രസിനല്ല ഞങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞ് കോൺഗ്രസും UDF അല്ല ആദ്യം പ്രകടനം നടത്തിയത്, SDPയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അതിന് നിങ്ങളിപ്പോ ന്യായീകരിക്കുക RSS ഉയർത്തുന്ന മതരാഷ്ട്രവാദമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഭീഷണമായ നിലപാട് ഇന്ത്യയുടെ മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കും ഭീഷണിയാവുമ്പോൾ ഈ കേരളത്തിൽ അതിനെ ചെറുക്കാൻ, രാജ്യത്ത് അതിനാകെ ചെറുക്കാൻ ഞങ്ങളാണുള്ളത് എന്ന് നിങ്ങൾ പറയുന്ന നിലപാട് ഈ ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ പേരും പറഞ്ഞ് തീവ്രവാദം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം ചിറകിൽ സംരക്ഷിച്ച് ലീഗ് കൊണ്ടു നടക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന, വോട്ടിന് വേണ്ടി അതിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന്റെ നിലപാടെന്താ? ആ കാര്യത്തിൽ നിങ്ങൾ അത്തരം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ? ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന മൗദൂദിയൻ വാദം ഉപേക്ഷിച്ചോ? കേരളത്തിലെ അമീറിനെ കൊണ്ട് നിങ്ങളിപ്പോ പ്രസ്താവന ഇറക്കിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ നിൽക്കുന്നില്ല മതരാഷ്ട്രവാദത്തിൽ. പക്ഷേ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഇവരെ നിങ്ങൾ സ്വീകരിക്കുന്നത്. ലീഗിന്റെ നേതാവ് പാണക്കാട്ട് തങ്ങൾ ഇപ്പൊ പറഞ്ഞത്, ലീഗിന്റെ നേതാവ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഫാസിസത്തിനെ എതിർക്കാൻ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ആവശ്യമാണ്. ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും നിങ്ങൾ കൂടെ കൊണ്ടു നടന്നു. ഏത് ഫാസിസത്തെയാണ് സാർ നിങ്ങൾ എതിർക്കുക? ഈ തീവ്രവാദ സംഘടനകൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSSന്റെ തന്നെ മറ്റൊരു വകഭേദമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടാളികളെയും കൂട്ടുപിടിച്ച് നിങ്ങൾ ആരുടെ ഫാസിസത്തിനെ എതിർക്കുക? കോൺഗ്രസിന്റെ നിലപാടെന്താ? നിങ്ങൾ പച്ചക്കൊടി മാറ്റിവെച്ച് പച്ച ബലൂൺ പിടിച്ച് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഇത്തരമൊരു നിലപാട് ഈ കേരളത്തിന്റെ മതനിരപേക്ഷ ഭാവിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം എന്താ? കോൺഗ്രസിന് രാഷ്ട്രീയ അനുഭവങ്ങളുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ച ഈ മതനിരപേക്ഷ നിലപാടുകളിൽ നിന്നുള്ള വിട്ടുവീഴ്ച, ഭൂരിപക്ഷ വർഗീയതയോടുള്ള മൃദു സമീപനം കോൺഗ്രസിനെ ഇന്ന് എവിടെ കൊണ്ട് എന്നെത്തിച്ചു രാജ്യത്ത് എന്ന് കാണണം.